കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മുസ്ലിം ഭർത്താവിന് രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ അദ്ദേഹം ഫോളോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ചിട്ട് ഒരു ഹസ്ബൻഡിന് ഒരേ സമയം തന്നെ 4 വിവാഹം കഴിക്കുവാനായിട്ടുള്ള അവകാശം നമ്മുടെ നിയമമല്ല, അവരെ മുസ്ലിം പേഴ്സണൽ ലോ അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2ാം വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഫോളോ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, 2ാം വിവാഹം കഴിക്കുമ്പോൾ ഒന്നാമത്തെ ഭാര്യയുടെ സമ്മതമാണ് നമുക്കിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സമ്മതം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഈ മുസ്ലിം പേഴ്സണൽ ലോയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഒരാൾ ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് അവർ ഭാര്യയും ഭർത്താവുമായി താമസിക്കുന്ന കാലയളവിൽ അദ്ദേഹത്തിന് രണ്ടാമതും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു കല്യാണം കഴിക്കുവാനായിട്ട് സാധിക്കും, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഈ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയും രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് ആദ്യ ഭാര്യയുടെ സഹോദരിയോ ചേച്ചിയോ ആവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് ആദ്യ ഭാര്യയുടെ അച്ഛനിലും അമ്മയിലും ഉണ്ടായിട്ടുള്ള സഹോദരിമാർ, മനസ്സിലാക്കി, ചേച്ചിയാകാം അനീതിയാകാം, ഇവരെ ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ഈ പറയുന്ന വ്യക്തിക്ക് കല്യാണം കഴിക്കുവാനായിട്ടുള്ള അവകാശമില്ല. അത് നമ്മുടെ നിയമം, അതായത് മുസ്ലിം നിയമത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കല്യാണമാണ്. ക്ലിയർ ആയത്. 2ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, 2ാമത് കല്യാണം കഴിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും ആദ്യ ഭാര്യയെ ഈ ഭർത്താവ് നോക്കാതെ ഇരിക്കുകയോ, ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ചികിത്സിക്കുവാനായിട്ടുള്ള പണങ്ങൾ നൽകാതിരിക്കുകയോ, ആദ്യ ഭാര്യയിലെ കുട്ടികളെ ഈ വ്യക്തി നല്ല രീതിയിൽ നോക്കാതെ ഇരിക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് സംഭവിക്കും? 2ാം വിവാഹം അവിടെ സ്റ്റോപ്പാക്കാനായിട്ട് ഒന്നാമത്തെ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൃത്യമായി 2ാം വിവാഹത്തിന് ഈ ഭർത്താവ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് 2ാം വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും 1ാം ഭാര്യയുടെ അഭിപ്രായം അന്വേഷിക്കണം എന്ന് ആര് പറഞ്ഞിട്ടുള്ളത്? കോടതി പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2ാം വിവാഹം സമയത്ത് 2ാം വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2008 മാരേജ് ആക്ട് പ്രകാരം പഞ്ചായത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 1ാമത്തെ ഭാര്യയുടെ സമ്മതപ്രകാരമാണോ ഈ കല്യാണം നടന്നിട്ടുള്ളത് എന്നുള്ളത് ചോദിക്കും. അതിനുള്ള മറുപടി കൃത്യമായി നമുക്കവിടെ രേഖപ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ഒരു കാരണവശാലും 2ാം വിവാഹം അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയില്ല എന്നൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ 1ാം ഭാര്യയുടെ സമ്മതം നമുക്ക് കൃത്യമായിട്ട് കാണാം. 2 കാര്യങ്ങൾക്കാണ്: സഹോദരിമാരെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നറിയാം, 2ാമതായിട്ട് എന്താണ്, ഈ 1ാം ഭാര്യനെ ഇയാൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? കോടതിയിൽ അതൊരു സിവിൽ ഡിസ്പ്യൂട്ടായിട്ട് കേസായിട്ട് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? ഇനി 2ാം വിവാഹം കഴിക്കുമ്പോൾ ഈ സഹോദരിമാരെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനും കൃത്യമായിട്ടുള്ള ഒരു കണ്ടീഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തൽക്കാലം അത് നമ്മൾ പബ്ലിക് സ്പേസിൽ നമ്മൾ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനിവേ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.